ഇതുപയോഗിച്ച് നമ്മുടെ ഫോണിലെ ഓരോ ആപ്ലിക്കേഷനുകളും ബാക്ക്ഗ്രൗണ്ടിൽ എത്ര ഡാറ്റ വീതമാണ് ഓരോ സെക്കൻഡിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ലൈവായിട്ട് തന്നെ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ടെലികോം കമ്പനികൾ നമ്മളെ പറ്റിക്കുന്നതാണോ അതോ നമ്മൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളുടെ മൊബൈൽ ഡാറ്റ തീരുന്നത് എന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനുകൾ എത്ര MB യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാനായിട്ടുള്ളൊരു ട്രിക്ക് കൂടി ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളെല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മളുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോവുക എന്നത്. അതിനുള്ളൊരു പരിഹാരവുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നത് എന്ന് നോക്കാം. അതിനുള്ള കുറച്ച് ടിപ്സുകൾ പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഓരോ ആപ്ലിക്കേഷനുകളും ഓരോ സെക്കൻഡിലും ഉപയോഗിക്കുന്ന ഡാറ്റ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മൊബൈൽ ഡാറ്റ സേവ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ സെറ്റിംഗ്സിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മൊബൈലിൽ ഡാറ്റ സേവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ഡാറ്റ സേവർ ഓൺ ചെയ്യുക എന്നൊരു കാര്യമാണ്. ഡാറ്റ സേവർ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷനുകളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്ന ഡാറ്റ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോണിൽ മാറ്റം വരുത്തേണ്ട മറ്റൊരു സെറ്റിംഗ്സ് ആണ് പ്ലേ സ്റ്റോറിലുള്ള ഓട്ടോ അപ്ഡേറ്റ് ഓഫ് ചെയ്യുക എന്നത്. ഡാറ്റ സേവ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ് യൂട്യൂബ്, ഫേസ്ബുക്ക് പോലത്തെ നമ്മൾ വീഡിയോ കാണാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളിലെ വീഡിയോ ക്വാളിറ്റി ലേശം കുറച്ചു വെക്കുക എന്നത്. മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ VPN ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ VPN ഓഫ് ചെയ്തു വെക്കുക എന്നത്. അതുപോലെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഫോട്ടോസ്. ഗൂഗിൾ ഫോട്ടോസ് നമ്മുടെ ഫോട്ടോകളെല്ലാം ഓട്ടോമാറ്റിക്കായി ബാക്ക്ഗ്രൗണ്ടിൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓഫ് ചെയ്യുകയോ വൈഫൈ ഓൺലി ആക്കുകയോ ചെയ്യുക. ഇനി നമ്മുടെ ഫോണിലെ ഓരോ ആപ്ലിക്കേഷനുകളും ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും എത്ര ഡാറ്റയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് കണ്ടെത്താനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷന്റെ സഹായം ആവശ്യമായിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മളുടെ മൊബൈൽ ഡാറ്റ മോണിറ്റർ ചെയ്യുക എന്ന് നോക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഇനി നമുക്ക് ആരാണ് നമ്മുടെ ഫോണിലെ മൊബൈൽ ഡാറ്റ അടിച്ചു മാറ്റുന്നത് എന്ന് നോക്കാം. അതിനായി നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു സ്ക്രീൻ ആവും നമുക്ക് ലഭിക്കുക. താഴെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ശേഷം വരുന്ന എല്ലാ പെർമിഷനുകളും അലോ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു സ്ക്രീനാണ് ലഭിക്കുക. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഫോണിലുള്ള ഓരോ ആപ്ലിക്കേഷനുകളും എത്ര GB വീതം ഡാറ്റ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. ഓരോ ആപ്ലിക്കേഷന്റെയും ഡാറ്റ യൂസേജ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ കാണുന്നത് ഓരോ ആപ്ലിക്കേഷന്റെയും മന്ത്ലി ഡാറ്റ യൂസേജ് ആണ്. ഓരോ ദിവസത്തെയും ഡാറ്റ യൂസേജ് കാണാനായിട്ട് മുകളിൽ ഇടതുവശത്തായി കാണുന്ന മന്ത് എന്നതിന് നേരെയുള്ള ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ടൈം ഫ്രെയിം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇതിൽ ഡേ എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു ദിവസം ഓരോ ആപ്ലിക്കേഷനുകളും എത്ര ഡാറ്റ വീതമാണ് ഉപയോഗിച്ചത് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ആപ്ലിക്കേഷനുകളും എത്ര ഡാറ്റയാണ് ഉപയോഗിച്ചത് എന്ന് പൂർണ്ണമായും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടത് മൊബൈൽ ഡാറ്റയും വൈഫൈയും ഉപയോഗിച്ച കണക്കുകളാണ്. ഇനി നമ്മൾ മൊബൈൽ ഡാറ്റ മാത്രം എത്ര ഉപയോഗിച്ച് എന്നറിയാനായി വലതുവശത്ത് മുകളിൽ കാണുന്ന മൊബൈൽ ആൻഡ് വൈഫൈ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വൈഫൈ, മൊബൈൽ ഡാറ്റ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ മൊബൈൽ എന്നത് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഓരോ ആപ്ലിക്കേഷനുകളും മൊബൈൽ ഡാറ്റ മാത്രം എത്രയാണ് ഉപയോഗിച്ചത് എന്ന് നമുക്കിവിടെ കാണാം. ഇനി നമ്മുടെ ഫോണിലെ ലൈവ് ഡാറ്റ യൂസേജ് കാണാനായി മുകളിൽ കാണുന്ന ഈ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന സ്വിച്ച് ഓൺ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോണിലെ ഓരോ ആപ്ലിക്കേഷനുകളും ഓരോ സെക്കൻഡിലും എത്ര ഡാറ്റ വീതമാണ് ഉപയോഗിക്കുന്നത് എന്ന് ലൈവായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതുപയോഗിച്ച് നമ്മുടെ ഫോണിലെ ഏതെല്ലാം ആപ്ലിക്കേഷനുകളാണ് നമ്മുടെ ഡാറ്റ തിന്നു തീർക്കുന്നത് എന്ന് നമുക്ക് വളരെ സിമ്പിളായി തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. മാത്രവുമല്ല, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ അധികമായി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഫയർവാൾ എന്നൊരു ഓപ്ഷൻ കൂടി ഈ ആപ്ലിക്കേഷനിൽ തന്നെയുണ്ട്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിനായി താഴെ കാണുന്ന രണ്ടാമത്തെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ക്രീൻ ആവും ലഭിക്കുക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ ആപ്ലിക്കേഷനുകളും പിന്നീട് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതെല്ലാം ഈ ആപ്ലിക്കേഷൻ തന്നെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.